സാൻമാർഗിക പ്രവർത്തനങ്ങൾക്കെതിരെ, ഇത്തരം സംസ്കാര ശൂന്യമായ ജീവിതത്തിനെതിരെ തിരുത്തൽ ശക്തിയായി മാറാൻ യൗവനത്തിന്റെ തിടുക്കത്തിൽ, യൗവനത്തിന്റെ ചോരത്തിളപ്പിൽ, കഴിവിന്റെ ബലത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് കഴിയണം. കുടിച്ചിട്ട് ദഹിക്കുന്ന കാലത്ത് കുടിക്കാത്തവനാണ് വമ്പൻ. നിസ്കരിക്കാഞ്ഞാൽ ചോദ്യം ചെയ്യാത്തവർ നിലക്കൊള്ളുന്ന കാലത്ത് നിസ്കരിക്കുന്നവനാണ് വമ്പൻ. ആരടോ അങ്ങനെ ചെയ്യാനെന്ന് ആരും ചോദിച്ചാൽ ഞാനടോ എന്ന് പറയാൻ കഴിവുള്ള കാലത്ത് അള്ളാഹു പൊരുത്തപ്പെട്ട മാതിരി ജീവിക്കുന്നവനാണ് വമ്പൻ. അതാണ് റസൂലുള്ള പറഞ്ഞതിനർത്ഥം. 7 മനുഷ്യന്മാർക്ക് അർശിന്റെ നേരിൽ അല്ലാഹു മഹ്ശറിൽ നേരിട്ട് കൊടുക്കുന്നതിൽ അള്ളാഹിന്റെ റസൂല് രണ്ടാമത് എണ്ണുന്നത് ആരാന്നറിയാം? 1 ജനങ്ങൾക്ക് തണിയായി നിൽക്കുന്ന ഭരണാധികാരി. ശരിയല്ലേ? ജനങ്ങൾക്ക് തണിയായി നിൽക്കുന്ന ഭരണാധികാരിക്ക് അള്ള തണിയായി നിൽക്കും അർശിന്റെ നേരിൽ. അർശ് എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും ഒക്കെ കൂട്ടിവെച്ചാൽ അതിലേറെ വലുതായ ആകാശങ്ങളെയും ഭൂമികളെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന വമ്പൻ ഗോളം. ആ ഗോളത്തെ അള്ളാഹു സൂര്യനെ നേലാക്കിയിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ അള്ളാഹിന്റെ റസൂൽ ഒന്ന് എണ്ണുന്നത് ഇമാമുല്ലഹു അദ്ലുൻ വമൻ ഫീ ഇബാദതി നശഅ ബിത്തുഖാ ലില്ലാഹി ലാ ഫീ ളലാലി. ഇമാമുനാ യാഫിഈ റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ഹദീസ് അദ്ദേഹം കവിതയാക്കിയതാണിത്. 7 പേർക്ക് അല്ലാഹു തആല അർശിന്റെ നേരിട്ട് കൊടുക്കുന്നതിൽ ഒന്നാമത് ഇമാമുൻ ലഹു അദിൽ, നീതിമാനായ ഭരണാധികാരി. ഉമറുൽ ഫാറൂഖിനെ പോലുള്ള ഭരണാധികാരി, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലുള്ള ഭരണാധികാരി, അത്തരം ഭരണാധികാരികൾ. രണ്ടാമത് പറയുന്നത് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, പടച്ചവന്റെ ഇബാദത്തിലായി തന്നെ വളർന്നു വന്ന ചെറുപ്പക്കാരൻ, യുവാവ്. 15 വയസ്സാകുമ്പോഴേ നിസ്കരിച്ചു. എന്റെ ചെറുപ്പക്കാരാ ഒന്ന് ഓർത്തു നോക്കി, എന്തൊരു മഹത്തായ ഭാഗ്യ. 15 വയസ്സായത് മുതൽക്ക് ഒരു നിസ്കാരം ഖളായില്ലാതെ നിസ്കരിക്കാൻ ഒരു ചെറുപ്പക്കാരന് കഴിഞ്ഞാൽ അവൻ എത്ര ഉത്തമനാണ്. ഖളായില്ലാതെ സമയത്ത് കൃത്യമായി 15 വയസ്സ് മുതൽക്ക് നിസ്കരിച്ചു വരുന്ന ചെറുപ്പക്കാരൻ, റമളാൻ മാസത്തെ നോമ്പ് നഷ്ടപ്പെടാത്ത ചെറുപ്പക്കാരൻ, അരുതായ്മകളിൽ വല്ലപ്പോഴും പെട്ടാൽ തന്നെ പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങി പശ്ചാത്തപിച്ച് ദുആ ചെയ്യുന്ന ചെറുപ്പക്കാരൻ, അത്തരം ഒരു നല്ല നിലയിലേക്ക് വന്ന ചെറുപ്പക്കാരനെ വയസ്സായ വയസ്സന്മാരെക്കാൾ കേണ് പേണ് ബുദ്ധിമുട്ടി ഉരുണ്ട് വേച്ച് നടന്ന് ഉരുണ്ട് മറിഞ്ഞ് കഷ്ടപ്പെട്ട മുസ്ലിമായ വയസ്സനേക്കാൾ അർശിന്റെ നേൽ അല്ലാഹു തആല ഇട്ടുകൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ അവസ്ഥയിലേക്ക് എന്റെ ചെറുപ്പക്കാർ വളരണം. അത് വളരണമെങ്കിൽ യൗവനം അള്ളാഹുവിന്റെ മഹത്തായ വരദാനമാകുന്നു എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. പടച്ചവന്റെ നിയമത്ത്, പടച്ചവൻ എപ്പോ കട്ട് ചെയ്യുന്നോ അപ്പം നിഷേധിക്കപ്പെടും. പടച്ചവൻ എപ്പോ കട്ട് ചെയ്യുന്നോ കേൾവി പോകും. പടച്ചവൻ എപ്പോ നിഷേധിക്കുന്നോ സംസാരിക്കാൻ കഴിയില്ല. പടച്ചവൻ എപ്പോ പിൻവലിക്കുന്നോ നടക്കാൻ കഴിയൂല. ഒരൊറ്റ ചെറിയ നിമിഷം മതി. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഏറ്റവും ശക്തനായ ഒരു യുവാവായ ഭരണാധികാരിയായിരുന്നു സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻപുള്ള ഭരണാധികാരി, ശക്തനായ ഭരണാധികാരിയാണ്. ആ ശക്തനായ ഭരണാധികാരി ഏറ്റവും സുന്ദരനാണ്, നല്ല യുവാവാണ്. 40 വയസ്സാകുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. യുവാവാണ്, 40 വയസ്സാണതിന്റെ മുമ്പ് ഭരണാധികാരിയായി മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ യൗവനം കണ്ടിട്ട് അദ്ദേഹത്തിന് തന്നെ ഒരിക്കൽ വല്ലാത്ത സന്തോഷം. ഇതാണ് മരണത്തിന് നിമിത്തമായത്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഉമവി ഭരണകർത്താക്കളിൽ നല്ല നിലയിലേക്ക് ഭരണകൂടത്തെ കൊണ്ടുവന്നതിൽ ഏറ്റവും വമ്പനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സേവനം തന്റെ പിൻഗാമിയായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം നിശ്ചയിച്ചു എന്നത് തന്നെയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വന്നില്ലായിരുന്നെങ്കിൽ ഒരു രണ്ടാം ഉമറിനെ ഇസ്ലാമിക ചരിത്രത്തിലും ഭരണ ചരിത്രത്തിലും ഖിലാഫത്ത് ചരിത്രത്തിലും നഷ്ടപ്പെടുമായിരുന്നേനെ. ആ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് വെള്ളിയാഴ്ച ദിവസം സുന്ദരമായി കുളിച്ച് റാഹത്തിൽ വസ്ത്രമെടുത്ത് പച്ച വസ്ത്രം ഉടയാടയണിഞ്ഞ് പച്ച തലേക്കെട്ട് കെട്ടി പച്ച ഷാള് വെച്ച് അദ്ദേഹം ഖലീഫയാണ്. ഖലീഫയുടെ വേഷഭൂഷാദികളോടെ, ഇന്നത്തെ വലിയ ഖലീഫമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ സുൽത്താനൊക്കെ പറഞ്ഞാൽ വസ്ത്രം കെട്ടിന്റെ മുകളിൽ പിന്നെ ഒരു വസ്ത്രം, മറ്റൊരു ഇനാഹില്ല എന്നറിയാം, സ്ഥാന വസ്ത്രം എന്നുണ്ട്. ഈ വസ്ത്രത്തിന്റെ മേലെ 10,000 വട്ടം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കും. ഇക്കാര്യത്തിലും കൂടി ആക്കും. ഇക്കാര്യത്തിൽ ഇത് നോക്കിയാൽ മനസ്സിലാക്കാം. കുപ്പായം നമ്മളെ ഷാഫി മദ്ഹബ് അനുസരിച്ച് സംസ്കാരം പാത്തില്ല കേട്ടോ. ഓല മദ്ഹബ് ഏതാണെന്നറിയാം, വെറുതെ ഓല കുറ്റം പറയണ്ട. ഈ ആക്കുന്ന ഈ വസ്ത്രം പച്ച തലേക്കെട്ട് എല്ലാം കെട്ടിയിട്ട് കണ്ണാടിന്റെ മുമ്പിൽ മൂപ്പരിങ്ങനെ നിന്ന് നോക്കുമ്പോ എന്തൊരു ചന്തം. മൂപ്പര് കൈ ഇങ്ങനെ കേറ്റിട്ട് മസിലൊക്കെ ഇങ്ങനെ നോക്കി. എന്തൊരു ചന്തം, എന്തൊരു യൗവനം, നിറഞ്ഞ യൗവനം. ഞാൻ നല്ല യുവാവ്. തന്റെ ഓർമ്മകൾ കുറച്ചുകൂടി അപ്പുറം പോയി. കാന നബിയുനാ റസൂലൻ നബിയ്യ
അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ഭരിക്കുമ്പോ നബി തങ്ങൾ റസൂലായിരുന്നു, നബിയായിരുന്നു. വകാന അബൂബക്കറിൻ സിദ്ദീഖ, ശേഷമുള്ള പിൻഗാമി സിദ്ദീഖായിരുന്നു. വകാന ഉമറു ഫാറൂഖ, ശേഷമുള്ള പിൻഗാമി ഫാറൂഖായിരുന്നു. വകാന ഉസ്മാനു ഹയ്യ, നാണമുള്ള ലജ്ജായുവശനായ അല്ലാഹുവിന്റെ റസൂൽ പ്രകീർത്തിച്ച ആളാണ് പിന്നത്തെ ഖലീഫ. വകാന അലിയുൻ ശജാഅ, നാലാം ഖലീഫ അലി ധീരനാണ്. വകാന മുആവിയതു ഹലീമ, എന്റെ മുൻഗാമി മുആവിയ റളിയല്ലാഹു അൻഹു സഹിഷ്ണുവാണ്, നല്ല സഹനശക്തിയുള്ള ആളാണ്. വകാന യസീദു സബൂറ, തന്റെ മകൻ നല്ല ക്ഷമയുള്ള, എന്ത് വിപത്തും ക്ഷമിക്കുന്ന, എന്ത് എതിരാളികളെയും പൊറുക്കുന്ന ശക്തനാണ്. വകാന അബ്ദുൽ മലിക് സായിസ, തന്റെ മകൻ എന്റെ ബാപ്പ അബ്ദുൽ മലിക് നല്ല മേധാവിത്വ ശക്തിയുള്ള, രാഷ്ട്രീയ പരിചയമുള്ള നിപുണനായിരുന്നു. വകാന വലീദുൻ ജബ്ബാറ, എന്റെ നേരെ മുൻഗാമി എന്റെ സഹോദരൻ വലീദ് ധിക്കാരിയായിരുന്നു. വഹാ അനൽ മലികു ശാബ്, ഞാനെന്തു നിറഞ്ഞ ചെറുപ്പക്കാരൻ, ഞാൻ നല്ല യുവാവ്. കയ്യിലേക്കും വസ്ത്രത്തിലേക്കും ചന്തത്തിലേക്കും കണ്ണാടിയിലേക്കും മാറി മാറി നോക്കിയിട്ട് തന്റെ സൗന്ദര്യം ഉറപ്പിച്ച് അദ്ദേഹം കൊട്ടാരത്തിൽ നിന്നിറങ്ങി ജുമുഅയുടെ സമയമായി ഖുതുബ നിർവഹിക്കാനും നിസ്കരിക്കാനും പള്ളിയിലേക്ക് പോയി ഖുതുബ നിർവഹിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഉറക്കെ നിർവഹിച്ച് അവസാനം വന്നപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നില്ല. ശബ്ദം മിടറി, ചങ്ക് പൊട്ടി, അദ്ദേഹം നശിപ്പെട്ടു. വെള്ളിയാഴ്ചയിൽ ജുമ ഒപ്പിച്ചിട്ട് വീട്ടിലേക്ക് വന്ന് തൊട്ടടുത്ത വെള്ളിയാഴ്ചക്ക് മുൻപായി അബ്ദുൽ മലിക്, സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്, ഉമവി പള്ളിയുടെ ഏറ്റവും വലിയ ഭരണകർത്താവും ആ പള്ളി എടുപ്പിച്ച മഹാനും പണി പൂർത്തിയാക്കിയ മഹാനുമായ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് അടുത്ത വെള്ളിയാഴ്ച വന്നപ്പോഴേക്കും മരണപ്പെട്ടു. എന്തേ വന്നത്? കണ്ണേറാണ് എന്നാ ചരിത്രം പറയുന്നത്. കണ്ണേറ് ആരാൻ്റെത് പറ്റിയതല്ല, അവനാന്റെ കണ്ണേറ്. ഇന്നൽ ഐന ഹഖ്ഖുൻ, ഇതൊക്കെ മോശപ്പെട്ട വിശ്വാസമല്ല. സ്വഹീഹുൽ ബുഖാരി, അള്ളാന്റെ റസൂല് പറയുന്നു സ്വഹീഹുൽ ബുഖാരി, ഇതിനൊക്കെ ശരിയായ ബാബുണ്ട്. കണ്ണേറ് സത്യമാകുന്നു. അതെഴുതി എല്ലാം കണ്ണേറാണ് എഴുതി കുത്തിരിക്കണ്ട. കരിങ്കണ്ണ നോക്കുന്നും പറഞ്ഞ് ഏതോ ഒരു കുന്തത്തെ പഠിച്ചുണ്ടാക്കിയാല് ഇവിടെ കണ്ണേറൊക്കെ പോകുന്നൊന്നും വിചാരിക്കണ്ട. അത് പാടില്ല. ജീവനുള്ള ഒരു സാധനത്തിന്റെ പതിമുണ്ടാക്കാൻ പാടില്ല. അത് ബന്ധലാക്കിയാലും തർക്കേടില്ല, കരിങ്കണ്ണ നോക്ക് എന്ന് പറഞ്ഞാലും തർക്കേടില്ല. ജീവനുള്ള ഒരു സാധനത്തിന്റെ പതിമ ഹറാമ. അത് രാഷ്ട്രീയ നേതാവാണെങ്കിലും പറ്റില്ല. കട്ടൗട്ടുകളൊക്കെ അല്ലേ, വല്ല കട്ടൗട്ടൊക്കെ എല്ലാരും വിചാരിച്ചു നമ്മൾ രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ നടക്കുക. അള്ളാന്റെ മുമ്പില് ഹയാത്തുണ്ടാക്കി കൊടുക്കാൻ ഈ കലാകാരനോട് പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സ്വന്തം പേന കൊണ്ട് പെന്നുകൊണ്ട് ജീവനുള്ള വസ്തുവിന്റെ ചിത്രം, ജീവനുള്ള വസ്തുവിന്റെ പൂർണ്ണ ചിത്രം വരക്കാൻ പാടില്ല. ജീവൻ നിലനിൽക്കുന്ന അർത്ഥത്തിൽ കലാകാരൻ വരച്ചാൽ നാളെ അവനെ കൊണ്ട് ജീവൻ ഇടിപ്പിക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ ശഫീഉനാ റസൂലുള്ളാഹി. സ്കൂളിലെ കല ആറ്റാന്നൊന്നും പറഞ്ഞിട്ട് ഫലല്ല, കുറ്റം കിട്ടും. ജീവനില്ലാത്തത് വരച്ചിട്ടും നമുക്ക് നേടാ, മാർക്ക് നേടാ, എല്ലാം നേടാ. ജീവനുള്ളത് വരക്കാൻ പാടില്ല. ഈ ജീവനുള്ള പ്രതിമയും കണ്ണേറിനൊന്നും വെക്കാൻ പാടില്ല. ജീവനില്ലാത്ത വല്ലതൊക്കെ വെച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കണ്ണേറുണ്ട്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിന് പറ്റിയത് കണ്ണേറ്. എന്റെ ചെറുപ്പക്കാരാ, തുടിപ്പുള്ള ചെറുപ്പക്കാരാ, കണ്ണ് തിളങ്ങുന്ന ചെറുപ്പക്കാരാ, കാതിന് മങ്ങലേക്കാത്ത ചെറുപ്പക്കാരാ, കണ്ണിന് കാഴ്ചയുള്ള ചെറുപ്പക്കാരാ, കൈകാലുകൾ തുരുതുര ചലിക്കുന്ന ചെറുപ്പക്കാരാ, ഓടിയാൽ കിടക്കാത്ത ചെറുപ്പക്കാരാ, തിന്നത് മുഴുവൻ ദഹിക്കുന്ന ചെറുപ്പക്കാരാ, ഇരുമ്പ് വിഴുങ്ങിയിട്ട് ചെറിയ ചുക്കുവെള്ളം കുടിക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരാ, നിന്റെ ആരോഗ്യം നിന്റെ കണ്ണുകൊണ്ടൊരിക്കൽ കണ്ണാടിയുടെ മുഖത്ത് നോക്കിയാൽ പടച്ച തമ്പുരാൻ നശിപ്പിക്കാൻ വിചാരിച്ചാൽ നിങ്ങളുടെ കണ്ണും കാതുമൊക്കെ പിടിച്ചെടുത്താൽ അല്ലാഹുവല്ലാതെ പിന്നൊരില്ല ആരാണിത് കൊണ്ടുവരിക എന്ന ആശയത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്. ഈ ആയത്തുകളൊന്ന് ശ്രദ്ധിക്കുക, ഓർക്കുക. നമ്മുടെ കണ്ണും കാതുമൊക്കെ നൽകുന്ന അല്ലാഹു, യൗവനം നൽകുന്ന അല്ലാഹു, ആരോഗ്യം നൽകുന്ന അല്ലാഹു, വയസ്സ് നൽകുന്ന അല്ലാഹു, ചലനം നൽകുന്ന അല്ലാഹു, കാഴ്ചയും കേൾവിയും നൽകുന്ന അല്ലാഹു ഒരു നിമിഷം ഇത് കട്ട് ചെയ്താൽ നമുക്കാർക്കും തിരിച്ചു തരാൻ വേറെ ദൈവമില്ല, വേറെ ഇലാഹില്ല, വേറെ റബ്ബില്ല. ഇത് ഓർത്തുകൊണ്ട് പടച്ചവന്റെ നിഅമത്ത്, പടച്ചവന്റെ ഓശാരം, പടച്ചവന്റെ ഔദാര്യം എന്ന് മനസ്സിലാക്കി എന്റെയും നിങ്ങളുടെയും യൗവനം അള്ളാഹു പൊരുത്തപ്പെട്ട വഴിക്ക് തിരിക്കാൻ, അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിക്ക് തിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.